നമ്മൾ രാവിലെ തന്നെ ഇതേ സൈറ്റിലെത്തിയിട്ടുണ്ടേ. ഇവിടെ നമ്മുടെ അഖിലേട്ടൻ്റെ ഇറ്റാച്ചൊക്കെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 7 മണിക്ക് മുമ്പേ തന്നെ നമ്മുടെ സർവീസ് കൊണ്ടേക്ക് എത്തിയിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്ക് നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ റെഡി മിക്സ് ലോഡൊക്കെ തട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ വണ്ടിയും പണി തുടങ്ങിയിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ സൈഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യമായ കോൺക്രീറ്റ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ ദൂരെയായിട്ട് നമ്മുടെ ഭൂമ്പമ്പൊക്കെ കാണാം. നമുക്കിത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാ ഈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാഴ്ചയും നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ പഴയ ഡാമിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ദൂരെയായിട്ട് നമ്മുടെ ഭൂമ്പമ്പ് വെച്ച് നല്ല തകൃതിയായിട്ടുള്ള കോൺക്രീറ്റ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 5:30 തുടങ്ങിയ വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു. അവസാന ഘട്ടം കോൺക്രീറ്റ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ പുഴയൊക്കെ നല്ല ശാന്തമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഓരോ വണ്ടികളായിട്ട് ഇതാ തട്ടി വരികയാണ്. നമ്മുടെ ഭൂമ്പമ്പ് ഇവിടുന്ന് തകൃതിയായിട്ടുള്ള പണി തന്നെയാണ് കേട്ടോ. അതേ ആകാശം മുട്ട ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇന്നലെ വെച്ച ക്യൂബിൻ്റെ അടുത്തൊക്കെ അതേ ഷട്ടർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയൊക്കെ മൊത്തം കോൺക്രീറ്റ് കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ഭൂമ്പമ്പ്. ഇതിൻ്റെ ഓപ്പറേറ്റർ നമ്മുടെ ജിനുവാട്ടറാണ്. മുപ്പത് അവിടുന്ന് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഭൂമ്പമ്പ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിനുവാട്ടൻ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കിലാണ് കേട്ടോ. നല്ല പിടുത്തംപെട്ട പണിയിലാണ്. അതേപോലെ നമ്മുടെ റോഷി ഇവിടെ ഉണ്ട്. ഇതിവിടുത്തെ സൂപ്പർവൈസറാണ്. രാവിലെ 5 മണിക്ക് തന്നെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഉറക്കിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വാശിയേറിയ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടീം ഇത് കോൺക്രീറ്റ് തട്ടി പോകുന്നുണ്ട്. ഒരു ടീം ഇതാ വൈബ്രേഷൻ വെച്ച് പോകുന്നുണ്ട്. പിറകിലായിട്ട് ഇത് ഒരു ടീം മൊത്തം ലെവൽ ചെയ്ത് പോകുന്നുണ്ട്. മൊത്തം പണി തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെയുള്ളൊരു കാഴ്ചയാണ്. സൂര്യനൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇനിതാ ഇത്രത്തോളം ഏരിയ കോൺക്രീറ്റ് ചെയ്ത് പോകണം. നമ്മളെ റെഡി മിക്സ് വണ്ടിയിൽ നിന്ന് മിക്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ മിക്സ് നമ്മുടെ മില്ലറിനകത്തും പുറത്തേക്ക് വരുന്നത്. നേരെ നമ്മുടെ ഭൂമ്പമ്പിലോട്ട് വന്ന് നിറയുന്നുണ്ട്. അപ്പം നമ്മുടെ കോൺക്രീറ്റിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഭൂമ്പമ്പ് ഇതേ മടക്കി ഒതുക്കി വെക്കുകയാണ്. മൊത്തം സാധനം മടക്കി ഒതുക്കി റെഡിയാക്കി. സുഹൃത്തുക്കളെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമായ കോൺക്രീറ്റ് ആണ് ഇത്. നമ്മുടെ കയ്യിൽ ജോയ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഈ ഭൂമിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് നിന്ന് ദേ ക്രെയിന് കട്ട ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പണിയും ഇവിടെ നടന്നു വരുന്നുണ്ട്. സൂര്യനതാ ഉദിച്ച് തീവ്രതയോടെ വരുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞു. ഇത് അതിന് ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇറ്റാച്ചി മൊത്തം പൂയൊക്കെ, അതായത് മണലൊക്കെ ഇട്ട് നമ്മുടെ താഴത്തെ വശം, അതായത് നമ്മുടെ ഇനിയിപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള വശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത കോൺക്രീറ്റിൻ്റെ മുകളിൽ കൊടുത്ത ആളുകളൊക്കെ നടന്നു തുടങ്ങി. പെട്ടെന്ന് സെറ്റാവുന്ന ടൈപ്പ് സാധനമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേ ദൂരമായിട്ട് നമ്മുടെ ക്രെയിൻ കിടപ്പുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടി മൊത്തം ചളിക്കുളമായി കേട്ടോ, ഫുള്ള് ചളിക്കുളമായി. ഇനി ഇതൊക്കെ മൊത്തം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം ഈ മണ്ണിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം. ദൂരമായിട്ട് നമ്മുടെ JCB ഒക്കെ നല്ല തകൃതിയായിട്ടുള്ള പണിയിലാണ്. അപ്പോൾ ഈ കാണുന്ന മണ്ണൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ലോഡാക്കി പോവാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ കോൺക്രീറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കേഴ്സ് ഇത് വെള്ളത്തിലിറങ്ങി മൊത്തം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓരോ കട്ട എടുത്ത് വെക്കണം. ഈ മണലിട്ടിട്ടാണ് കേട്ടോ അടി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനീഷ് ചേട്ടൻ്റെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വണ്ടി ഒരുപാട് ദൂരം വെക്കാം കേട്ടോ. അമ്മാതിരി കൈയാണ് ഇതിൻ്റെ, ഒരുപാട് നീളമുണ്ട്. അതേപോലെ നമ്മുടെ അഖിലാട്ടൻ്റെ ഇറ്റാച്ചി ഇവിടുന്ന് പൈലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൊത്തം അടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളിവിടെ കാര്യമായ പണി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ക്രെയിനൊക്കെ ഇത് എങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ ദൂരെയായിട്ട് നമ്മുടെ വണ്ടി നിർത്തിയത് നോക്കിയേ, ഇറ്റാച്ചിക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. എത്ര ദൂരത്താണെന്നറിയാമോ? അത്രയും ദൂരത്ത് വെച്ചാലാണ് നമ്മുടെ ഈ ലോങ് സ്റ്റിക്കിൽ ഇറ്റാച്ചിക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ വാരിക്കോരി ഇടുന്നുണ്ട്. അതേപോലെ നമ്മുടെ അഖിലേട്ടൻ്റെ വണ്ടി ഇതേ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതാ മണ്ണും കൊണ്ട് ഇതേ മൊത്തം താണാണ് കേട്ടോ പോകുന്നത്. പരമാവധി പോകുന്നുണ്ട്. ഇതേ ഇവിടെ നിന്നു ഇനി അങ്ങോട്ട് പോവില്ല, കാരണം വണ്ടി മൊത്തം താഴ്ന്നു പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ JCB ഇവിടെ കാര്യമായിട്ടുള്ള പണിയിലാണ്. ദൂരെയായിട്ട് നമ്മുടെ ലോങ് സ്റ്റിക്ക് ചെറിയ ടിപ്പറിലോട്ട് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, നേരം ഏതാണ്ട് ഇരുട്ടാറായിട്ടുണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞില്ല, നമുക്ക് ഓവർ ടൈം പണിയുണ്ട്. അപ്പം നമ്മുടെ ഇറ്റാച്ചി ഇതാ വാരിക്കോരി ഇങ്ങനെ ഇടുകയാണ് കേട്ടോ.